ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവികയും മനോഹരനും വീട്ടിലേക്ക് എത്തിയ ശേഷം അവരോട് മുത്തശ്ശിയും പാർവതിയും ശരത്തും നിത്യയും കൂടി ഇരിക്കുന്നുണ്ട്. അവരോട് പറയുകയാണ്, ഇവിടെ പോലീസ് അന്വേഷിച്ചു വന്നിരുന്നു എന്ന് ശരത്ത് പറയാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശിയോട് ചോദിക്കുകയാണ് മനോഹരൻ, പോലീസോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അവർ വന്ന് ഇവിടെ വന്ന് എന്തൊക്കെയോ ചോദിച്ചു. ഞങ്ങൾ എന്താണ് മറുപടി പറയേണ്ടത് എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനോഹരൻ പറയാണ്, ഒരു പ്രശ്നവുമില്ല, എന്തിനാണ് നിങ്ങൾ വെറുതെ ടെൻഷൻ ആകുന്നത് എന്ന് മനോഹരൻ പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയണ, മനോഹര, നമുക്ക് എല്ലാതും വിറ്റുപെറുക്കി ഈ നാട്ടിൽ നിന്ന് തന്നെ മറ്റൊരു നാട്ടിലേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ, എന്തിനാണ് അമ്മേ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ ഒളിച്ചോടി പോകുന്നത്? അതിന് നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, അങ്ങനെ അങ്ങ് തറപ്പിച്ച് പറയാൻ കഴിയില്ലല്ലോ അച്ഛ എന്ന് ശരത്ത് പറയുമ്പോൾ, നീയാണ് ഇവിടേക്ക് പോലീസിനെ വിളിച്ചു വരുത്തിയത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് ദേവിക പറയട്ടോ. ഞാനെന്തിനാ പോലീസിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നത് എന്ന് ശരത്ത് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയണേ, ശരത്ത് മോൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ശരത്ത് മോനാണ് പോലീസ് ചോദിച്ച ഓരോ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞത്. അവൻ എന്തൊക്കെയോ അവൻ അറിയാവുന്നത് പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ ആകെ പേടിച്ച് നിൽക്കായിരുന്നു. അല്ല മനോഹര, ഇനിയിപ്പോൾ ആ നടേശൻ്റെ മരണത്തിൽ വല്ല പങ്കും നിനക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? അമ്മയ്ക്ക് അങ്ങനെ വല്ല സംശയമുണ്ടോ എന്ന് മനോഹരൻ ചോദിക്കുമ്പോൾ, എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് എന്നപ്പോൾ ശരത്ത് പറയണ, നമ്മുടെ സംശയമല്ലല്ലോ ഇപ്പോൾ പ്രധാനം, പോലീസുകാരെ എന്ത് പറയുന്നു എന്നുള്ളതിലല്ലേ എന്ന് പറയുമ്പോൾ മനോഹരൻ പറയണ, സംശയമുള്ള കണ്ണുകളിലൂടെ നോക്കിയാലേ അങ്ങനെ തന്നെയാണ് തോന്നുന്നു, പ്രത്യേകിച്ചും ശരത്തിനും. അതിന് ഞാൻ എന്ത് ചെയ്തു അച്ഛാ എന്ന് പറയുമ്പോൾ, ചെയ്തിടത്തോളം മതിയല്ലോ. പോലീസ് ഇവിടേക്ക് വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നീയാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. നിന്റെ മനസ്സിൽ നീ അടക്കി വെച്ച സന്തോഷം നിന്റെ വാക്കുകളിലൂടെ അറിയാതെയാണെങ്കിലും പുറത്തു വരുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ശരത്തെ. പക്ഷേ നിനക്ക് അവസാനം നിരാശപ്പെടേണ്ടി വരും. അച്ഛൻ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കുകയാണെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണം, അതെ മനോഹര, ഇവൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് പോലീസ് വന്നപ്പോൾ അവരുടെ ചോദ്യത്തിനൊക്കെ ശരത്ത് മോനാണ് മറുപടി കൊടുത്തത്. അമ്പലത്തിൽ നിന്നും ഞാൻ നേരത്തെ വന്നതുകൊണ്ട് പോലീസിനോട് എനിക്ക് മറുപടി കൊടുക്കാൻ കഴിഞ്ഞു. അല്ല എന്നുണ്ടെങ്കിൽ ഈ മുത്തശ്ശിയും അമ്മയും ഇവിടെ കിടന്ന് കുഴഞ്ഞേനെ. അപ്പോൾ നിത്യ പറയണ, ഒരു തവണ പോലീസ് ഇവിടേക്ക് വന്നു, ഇനി എല്ലാവരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് എന്ന് പറയട്ടോ. അപ്പോൾ ശരത്തിനെ മനോഹരൻ നോക്കിയിട്ട് പറയണ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്, എല്ലാവരും ഒന്ന് കരുതിയിരുന്നു എന്നും പറഞ്ഞ് ദേവികയും മനോഹരനും അകത്തേക്ക് പോയി കഴിഞ്ഞ ശേഷം മുത്തശ്ശി ശരത്തിനോട് ചോദിക്കുകയാണ്, അതെന്താ അവനൊരു കൊള്ളി വെച്ച് സംസാരിച്ചതുപോലെ ഉണ്ടല്ലോ ശരത്തെ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല, ഞാൻ പ്രത്യേകം പറയാം മുത്തശ്ശി, നടേശൻ സാറിന്റെ മരണത്തിന് ആരാണോ ഉത്തരവാദിയായത് അവരെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് ഓർത്ത് ദേവിക നല്ല വിഷമത്തോടു കൂടി ആലോചിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് പാർവതിയും മുത്തശ്ശിയും കൂടി ചെല്ലുന്നത്. എന്നിട്ട് ദേവികയെ കുത്തി നോക്കുകയാണ് കേട്ടോ. ഇവിടെ ഉള്ള എല്ലാ പ്രശ്നത്തിനും കാരണക്കാരി നീയാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ, ഞാനോ, എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത്? മുത്തശ്ശി കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. എല്ലാ സത്യവും മുത്തശ്ശി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാവില്ല ഇവിടെ ഇപ്പോൾ സംസാരമുണ്ടാവുക. അപ്പോൾ മുത്തശ്ശി പറയണേ, നീ ഞങ്ങളെ നന്നാക്കാനൊന്നും നോക്കണ്ട, നീ ആദ്യം സ്വയം നന്നാവാൻ നോക്ക് എന്ന് പറയുമ്പോൾ ദേവിക പറയണേ, എല്ലാം തികഞ്ഞവളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല മുത്തശ്ശി, പക്ഷേ മറ്റുള്ളവരെ പോലെ അല്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എന്ന് കരുതി ഞാൻ മറ്റുള്ളവരെ നന്നാക്കാനൊന്നും പോകുന്നതുമില്ല, അവരെയൊക്കെ നന്നാക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല എന്ന് പറയുമ്പോൾ പാർവതി പറയണേ, അല്ലെങ്കിലും നീ സംസാരിക്കാൻ മിടുക്കിയാണല്ലോ. അപ്പോൾ മുത്തശ്ശി പറയണേ, എല്ലാം കണ്ടോണ്ടേ മേലിൽ ഒരാൾ ഇരിപ്പുണ്ട്, അത് നീ ഓർത്തോ. പിന്നെ നീ ഇനി വക്കീലിന്റെ കൂടെ ജീവിക്കാമെന്നൊന്നും നീ കരുതണ്ട, അതിന് ഇനി സാധിക്കില്ലല്ലോ. അപ്പോൾ ദേവിക പറയണേ, ഞാൻ അതിന് അങ്ങനെ ഒരു ജീവിതം ആഗ്രഹിച്ചിട്ടില്ല മുത്തശ്ശി, നിങ്ങൾ ആരും എൻ്റെ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി പറയണേ, എന്തായാലും എല്ലാത്തിനുമുള്ള മറുപടി ഇപ്പോൾ അപ്പൾക്കപ്പളെ കിട്ടുന്നുണ്ടല്ലോ, അത് നിനക്ക് കിട്ടും, നീ കണ്ടോ എന്നും പറഞ്ഞ് മുത്തശ്ശിയും പാർവതി അകത്തേക്ക് പോവാട്ടോ. അപ്പോൾ മുത്തശ്ശിയുടെ ആ ഒരു പ്രാക്ക് പോലെയുള്ള ശാപവാക്കി കേൾക്കുമ്പോൾ ദേവികയ്ക്ക് വല്ലാത്തൊരു വിഷമം വരികയാണ്. പിന്നീട് ശരത്ത് പ്രഭാവതിക്ക് ഫോൺ വിളിച്ച് പറയുകയാണ്, ഈ അമ്മേ, ഇവിടെ മൊത്തത്തിൽ പ്രശ്നമാണ്, ഒരു തവണ ഇപ്പോൾ പോലീസ് വന്നു, ഇനിയും പോലീസ് വരും, നടേശന്റെ മരണത്തിന്റെ പിന്നിൽ ആ ദേവിക തന്നെയാണ്, അത് ഉറപ്പാണ് എന്ന് പറയട്ടോ. അപ്പോൾ പ്രഭാവതി ചോദിക്കാൻ, നടേശനെ വിഷം കൊടുത്തു കൊല്ലാൻ വേണ്ടി മാത്രമുള്ള ധൈര്യമൊക്കെ ദേവികയ്ക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, പകയല്ലേ അമ്മേ അവളുടെ മനസ്സിൽ, അതുകൊണ്ട് എന്തും ചെയ്യുമല്ലോ, അങ്ങനെയാണെങ്കിൽ നീ സൂക്ഷിക്കണമല്ലോ മോനെ ശരത്തെ എന്ന് ചോദിക്കുമ്പോൾ, ഞാനതിന് നടേശനല്ല, എന്നോട് കളിച്ചാലേ അവൾ വിവരമറിയും, ഈ ഒരു കാര്യം വെച്ച് എനിക്കെങ്ങനെ ഗുണമുണ്ടാക്കാം എന്നാണ് അമ്മേ ഞാൻ ആലോചിക്കുന്നത്. ഇനി അമ്മേ, എന്തായാലും ആ ദേവികയുടെയും വക്കീലിൻ്റെയും മോഹമൊന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ എന്തായാലും ഇവിടെ നിന്നും ഇറങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തന്നെയാണ് അമ്മേ ഞാൻ ഇവിടെ നിന്നും പടിയിറങ്ങുകയുള്ളൂ എന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. ശരത്തും ചന്ദ്രലേഖയും കൂടിയാണ് നടേശനെ കൊന്നിട്ടുണ്ടാവുക. നടേശനെ കള്ളുകുപ്പിയിൽ വിഷം ചേർത്തിട്ടാണ് നടേശൻ മരിച്ചത്. അതും ശരത്തിനോട് ചന്ദ്രലേഖയാണ് ശരത്തിനോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറയുന്നത്. ദേവികയും ഒരുമിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചന്ദ്രലേഖ ഇങ്ങനെ ഒരു കളിക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക. ചന്ദ്രലേഖ മനസ്സിൽ
മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി ഒരിക്കലും സിദ്ധാർത്ഥും ദേവികയും ഒന്നാവരുത്. ദേവികയെ എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെ കൊന്നത് അവളാണെന്നുള്ളത് വരുത്തി തീർത്തി ദേവികയെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് ചന്ദ്രലേഖയുടെ അവസാന കളിയായി മാറുകയാണ്. ഇനി ഇതിൽ ചന്ദ്രലേഖ തന്നെയാണ് അവസാനം കുടുങ്ങാൻ പോകുന്നത്. അവൾ വെച്ച കെണിയിൽ ഇനി അവൾ തന്നെയാണ് വീഴാൻ പോകുന്നത്. പിന്നീട് ശരത്തിൻ്റെ അടുത്തേക്ക് മുത്തശ്ശിയും പാർവതിയും കൂടി വരികയാണ്. എന്നിട്ട് പറയാണ് അവളോട് ഞാൻ ഇതൊക്കെ ചോദിച്ചറിഞ്ഞ സമയത്ത് അവൾ അതിനൊന്നും സമ്മതിക്കുന്നില്ല. അവൾ പഠിച്ച കള്ളിയാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ അവർ പഠിച്ച കള്ളിയാണെന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ എന്ന് മുത്തശ്ശിയോട് ശരത്ത് പറയട്ടെ. അപ്പോൾ പാർവതി പറയണ അല്ല എങ്ങനെയാവും അവരെ ആ നടേശനെ കൊന്നിട്ടുണ്ടാവുക, അതും വിഷം ചേർത്ത് കൊന്നിട്ടുണ്ടാവുക, എന്ത് തന്ത്രമാവും ഉപയോഗിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയണ അയാൾ നല്ല തണ്ണിയാണ്, അപ്പോൾ ഒരു പക്ഷേ വിഷം ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും, കള്ളിൽ വിഷം ചേർത്തിട്ടാവും ദേവിക നടേശനെ കൊന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ എടി ഭയങ്കര ആള് കൊള്ളാമല്ലോ എന്ന് പറയുമ്പോൾ ശരത്ത് പറയണ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അവളെ സൂക്ഷിക്കണം എന്നുള്ളത്. ഇന്നിപ്പോൾ അവർ നടേശനെയാണ് കൊന്നത്, നാളെ ഇപ്പോൾ ഇനി ആരെയാണ് കൊല്ലാൻ പോകുന്നത് എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് അത് കേൾക്കുമ്പോൾ പേടിയോട് കൂടിയിട്ടാണ് കേട്ടോണ്ട് നിൽക്കുന്നത്. അപ്പോൾ ശരത്ത് മുത്തശ്ശിയെയും പാർവതിയെയും ഇടങ്ങനിട്ട് നോക്കുകയാണ്. ഞാൻ പറയുന്നതൊക്കെ അപ്പാടെ ഇവരങ്ങ് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള ഭാവത്തിൽ. പിന്നീട് ദേവികയും മനോഹരനും നടേശൻ്റെ വീട്ടിലേക്ക് പോവാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ നടേശനെ കാണാൻ വേണ്ടി പോകുന്നതിൽ മനോഹരന് വല്ലാത്തൊരു വിഷമം വരികയാണ് കേട്ടോ. അപ്പോൾ ദേവിക പറയുന്നത് എന്തിനാണ് അച്ഛൻ ഇങ്ങനെ വിഷമിക്കുന്നത്, നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് അച്ഛൻ ഇത്ര വലിയ മടി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല മോളെ, എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നു, എനിക്ക് അയാളെ അടിക്കേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് അച്ഛൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, നമ്മളോട് അയാൾ എന്തുമാത്രം അധികം ദ്രോഹം ചെയ്തു, നമ്മളോട് ചെയ്തതിനല്ലേ നമ്മൾ പകരം ചോദിച്ചത്, അതിൽ ഒരു കുറ്റബോധവും വേണ്ട, പിന്നെ നമ്മളല്ലല്ലോ അയാളെ കൊന്നത്, നമ്മളുടെ മർദ്ദനം കൊണ്ടുമല്ല അയാൾ മരിച്ചത്, വിഷം ഉള്ളിൽ ചെന്നിട്ടാണെന്നല്ലേ ശരത്ത് പറയുന്നത്, അപ്പോൾ അത് കൊടുത്തവരാണ് അതിനൊക്കെ കുറ്റബോധം വേണ്ടത്, നമ്മൾ ഇതിലൊന്നും പങ്കാളിയുമല്ല, അതുകൊണ്ട് നമുക്ക് കുറ്റബോധത്തിൻ്റെ ഒരു ആവശ്യവുമില്ല. പിന്നെ ഞാൻ അച്ഛനോട് പറയാനുള്ളത് അച്ഛന് ഇങ്ങനെ സംശയത്തിൻ്റെ ഒരു മുന ഇട്ട് കൊടുക്കരുത്, കാരണം സംശയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഞാനാണ്, എന്തെങ്കിലും സംശയം ഇട്ടുകൊടുത്താൽ പിന്നെ അവരുടെ ടാർഗറ്റ് ഞാനായതുകൊണ്ട് തന്നെ അവർ ഉദ്ദേശിച്ചതുപോലെയാണ് കാര്യങ്ങളൊക്കെ നടത്തുക. ഞാൻ എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ട് അവരുടെ ഒരു ഉദ്ദേശവും നടക്കാനും പോകുന്നില്ല, അപ്പോൾ എൻ്റെ നിരപരാധിത്വത്തിനെ ഞാൻ തന്നെയല്ലേ സംരക്ഷിക്കേണ്ടത്, അതുകൊണ്ട് അച്ഛനായിട്ട് ഒരു സംശയം അവർക്ക് ഇട്ട് കൊടുക്കരുത് എന്ന് പറയുമ്പോൾ മനോഹരൻ പറയാൻ ഇല്ല മോളെ, നിന്നെ ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് മനോഹരൻ പറയാണ്. എന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അവരുടെ വീട്ടിലേക്ക് പോവാം, ഇനി നമ്മൾ ചെന്നില്ല എന്നുള്ള ഒരു സംശയം അവർക്ക് തോന്നരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി നടേശൻ്റെ മൃതദേഹം കാണാൻ വേണ്ടി ചെല്ലുകയാണ്. ഈ സമയം അവിടെ ഇരുന്നു കൊണ്ട് പ്രേമയുടെ മടിയിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് ചന്ദ്രലേഖ ഓരോ കെണികളായിട്ട് ഒപ്പിച്ചു വെക്കുകയാണ്. ഒന്നും അറിയാത്ത ഭാവത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ മൃതദേഹം കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ ഇപ്പോൾ അവളാണ് ഇതൊക്കെ ചെയ്തത്, എൻ്റെ അച്ഛനെ ഇങ്ങനെ കൊന്നതും എല്ലാം ആ ദേവികയാണ്, അവളെ ഞാൻ വെറുതെ വിടില്ല, അവൾക്ക് ഞാൻ നിയമത്തിൻ്റെ മുന്നിലേക്ക് അവളെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കേൾക്കാൻ വേണ്ടി ചന്ദ്രലേഖ ഇങ്ങനെ പിച്ചും പിഴയും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവളാണ് ആ ദേവികയാണ് എൻ്റെ അച്ഛനെ കൊന്നത്, അവളെ ഞാൻ വെറുതെ വിടില്ല, ഞാനിപ്പോൾ അനാഥയായില്ലേ, എനിക്കിപ്പോൾ ആരുമില്ലാതായില്ലേ, എനിക്ക് എൻ്റെ അച്ഛനുമില്ല അമ്മയുമില്ല, ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത് അവളാണ്, ആ ദേവികയാണ് എന്നും പറഞ്ഞ് ചന്ദ്രലേഖ പിറുപിറുത്തോണ്ടേ ഇരിക്കുകയാണ്. അത് കേട്ടോണ്ട് നിൽക്കുന്ന സിദ്ധാർത്ഥിന് ഒരു സംശയം വരികയാണ് കേട്ടോ. അങ്ങനെ സിദ്ധാർത്ഥ് ഇത് കേൾക്കാൻ വയ്യാഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ശരത്ത് സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് ആ നടേശനെ കൊന്നത് വിഷം ചെന്നിട്ടാണെന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്, വിഷം കുഴിക്കാൻ മാത്രമൊന്നും നടേശൻ സാറ് അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയുള്ള ഒരു ആളൊന്നുമല്ല, ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു വല്ലാത്തൊരു ചെയ്ത്തായി പോയി എന്നൊക്കെ പറയുമ്പോൾ അല്ല നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണല്ലോ സംസാരിക്കുന്നത്, ചന്ദ്രയും നീയും ഒരേപോലെയാണല്ലോ, പോലീസ് ഇതുവരെ കേസ് പോലും എടുത്തിട്ടില്ല, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴേ അങ്ങ് വിധി എഴുതിയല്ലോ വിഷം ഉള്ളിൽ ചെന്നിട്ടാണ് എന്നല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ ആരും വിശ്വസിക്കേണ്ട, ചന്ദ്ര പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിക്കാമല്ലോ എന്ന് ശരത്ത് പറയട്ടോ. അപ്പോൾ ദേവികയെ അർത്ഥം വെച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നത് എന്ന് സിദ്ധാർത്ഥന് മനസ്സിലാവുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും അന്വേഷണം കഴിഞ്ഞാൽ ആരാണ് യഥാർത്ഥ പ്രതി എന്നുള്ളത് നമുക്ക് അറിയാലോ എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും രംഗൻ അവിടേക്ക് വരികയാണ്. എന്നിട്ട് പറയണേ ഇത് നിന്നെ ചന്ദ്ര അന്വേഷിക്കുന്നുണ്ട്, അവളുടെ അച്ഛനെ ചിത കൊളുത്തേണ്ടത് നീയാണെന്നൊക്കെയാണ് അവൾ പറയുന്നത്, ഞാനോ എന്ന് ചോദിക്കാട്ടോ. അങ്ങനെ ചന്ദ്ര സിദ്ധുവിനെ കൊണ്ട് തന്നെയാണ് നടേശൻ്റെ ചിത കത്തിക്കുന്നത്. മനോഹരനും ദേവികയും കൂടി അവിടേക്ക് വരുന്ന സമയത്ത് ചന്ദ്ര എല്ലാവരുടെയും മുന്നിൽ വെച്ച് വീണ്ടും ഒരു പ്രകടനം നടത്തുന്നുണ്ട്. അതും ദേവികയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. എനിക്കിന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണക്കാരി നീയാണ് എൻ്റെ അച്ഛനെ കൊന്നത്, എൻ്റെ അച്ഛൻ മരിക്കാൻ കാരണക്കാരി നീയാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പറയുമ്പോൾ ദേവിക പറയാണ് നീ എന്താ ചന്ദ്ര ഇങ്ങനെ പറയുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പോലീസ് കണ്ടുപിടിച്ചോളും എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദേവികയെ തന്നെ
പ്രതിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കരുക്കളും ചന്ദ്രലേഖ ബുദ്ധിപൂർവ്വം നടത്തുകയാണ് കേട്ടോ. പക്ഷേ അത് ഇനി അവസാനം ചന്ദ്രയ്ക്ക് തന്നെ തിരിച്ചടിയാവും എന്നുള്ളത് ചന്ദ്ര അറിയുന്നില്ല. അങ്ങനെ ഇനി ശരത്തും ചന്ദ്രയുമാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളത് പുറത്തു വരിക തന്നെ ചെയ്യും. അതിനുവേണ്ടി ചന്ദ്ര അതിൻ്റെ മുന്നേ ദേവികയെ അകത്താക്കാൻ വേണ്ടിയുള്ള ഓരോ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. സിദ്ധാർത്ഥും ദേവികയും ഒരുമിച്ച് ഒരിക്കലും ജീവിക്കരുത് എന്നുള്ള പ്ലാനിലാണ് ചന്ദ്ര ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ചന്ദ്ര ഇനി ഒരു അനാഥ ആയതുകൊണ്ട് തന്നെ ഇനി ചന്ദ്രയ്ക്ക് സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ തന്നെ താമസിക്കാൻ കഴിയും. പിന്നെ പ്രേമയുടെ മനസ്സും വീട്ടിലുള്ളവരുടെയും ഒക്കെ മനസ്സ് മാറി എൻ്റെയും സിദ്ധാർത്ഥിൻ്റെയും കല്യാണം നടക്കും എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള കളികളൊക്കെ ചെയ്തു വെച്ചത്. പക്ഷേ അത് ചന്ദ്രയ്ക്ക് തന്നെ വിനയാവുകയാണ് ഇനി.